കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെഴുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിന്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കേന ടിവിയുടെ പ്രേക്ഷകരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 1961 മുതൽ 1965 വരെ ഏതാണ്ട് 4 കുട്ടികൾക്ക് പരിശുദ്ധ അമ്മ നൽകിയ വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങളാണ് ഗർഭന്താൾ സന്ദേശങ്ങളായി കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കാണുവാൻ പരിശ്രമിച്ചത്. ഇന്ന് ലോകത്ത് പരിശുദ്ധ അമ്മ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രത്യക്ഷപ്പെടലുകളും ഫാത്തിമ പ്രത്യക്ഷപ്പെടലിൻ്റെയും ഫാത്തിമ സന്ദേശങ്ങളുടെയും ഒരു തുടർച്ചയായും ഒരു പൂർത്തീകരണമായും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1961 മുതൽ 65 വരെ പരിശുദ്ധ അമ്മയും ഈശോയും മിഖാൽ മാലാഖയും ഗർഭന്താളിൽ പ്രത്യക്ഷപ്പെട്ട് നൽകിയ വലിയ സന്ദേശങ്ങൾ ഫാത്തിമയുമായി സാമ്യമുള്ളതാണെന്നും ഈ അടുത്ത കാലത്ത് മെജ്ജുഗരിയിൽ ലഭിച്ചിരിക്കുന്ന സന്ദേശങ്ങളോട് വളരെ അടുപ്പമുള്ളതാണെന്നും പരിശുദ്ധ അമ്മയുടെ ഈ കാലഘട്ടത്തിലെ സന്ദേശങ്ങളോടൊക്കെ ചേർത്ത് വയ്ക്കുവാൻ സാധിക്കുന്നതാണെന്നും നാം മനസ്സിലാക്കുകയാണ്. ഗർഭന്താൾ സന്ദേശങ്ങൾ വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്താണ് ഗർഭന്താളിൽ പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശം? പരിശുദ്ധ അമ്മ ഗർഭന്താളിൽ ലോകം മുഴുവനും ഇനി ഒരു മുന്നറിയിപ്പ് ഉണ്ടാകുമെന്നും ലോകത്തുള്ള സർവരും ഈ മുന്നറിയിപ്പ് കാണുമെന്നും അത് ഏറ്റെടുക്കുമെന്നും, അങ്ങനെ ഈ മുന്നറിയിപ്പിലൂടെ സ്വർഗം എന്താണ് ആഗ്രഹിക്കുന്നത് അത് ലോകത്ത് അനേകരെ ഏറ്റെടുത്തുകൊണ്ട് നിത്യരക്ഷയ്ക്ക് പാത്രമാകും എന്നും പരിശുദ്ധ അമ്മ ഗർഭന്താളിൽ സന്ദേശം നൽകുന്നു. ഒരു മുന്നറിയിപ്പ്, അതിന് പ്രത്യേകമായ രീതിയിൽ ഈ ലോകത്ത് സ്വർഗം നൽകുവാൻ പോകുന്നു. ഈ മുന്നറിയിപ്പ് എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം സ്വർഗം തന്നെ ലോകത്ത് സൃഷ്ടിക്കും. ഈ മുന്നറിയിപ്പിന് ശേഷം വലിയൊരു അത്ഭുതം, ലോകം മുഴുവനും കാണുന്ന വലിയൊരു അത്ഭുതം ഗർഭന്താളിൽ സംഭവിക്കും. ഈ അത്ഭുതത്തെക്കുറിച്ചും വ്യക്തമായ ചില ധാരണകൾ പരിശുദ്ധ അമ്മ നൽകിയിട്ടുണ്ട്. മുന്നറിയിപ്പ്, അതിനുശേഷം ഉണ്ടാകുന്ന അത്ഭുതം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മുന്നറിയിപ്പിന്റെ ലക്ഷ്യം എന്താണ്? ഉദ്ദേശം എന്താണ്? ഇന്ന് ലോകം മുഴുവനും ദൈവമില്ല എന്നും ദൈവിക കാര്യങ്ങളിൽ വ്യാപൃതരാകേണ്ടതിന്റെ ആവശ്യമില്ല എന്നും ഈ ലോകമാണ് സർവ്വതെന്നുമൊക്കെ ചിന്തിച്ച് ലോകത്തിൻ്റെയും പാപത്തിൻ്റെയും വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇതൊരു മിഥ്യയാണെന്നും ഇതൊരു വഞ്ചനയാണെന്നും, എന്നാൽ ഇതിനപ്പുറത്ത് നിത്യമായ ഒരു ജീവിതം ഉണ്ട് എന്നും അന്ത്യവിധി യാഥാർത്ഥ്യമാണെന്നും നരകമുണ്ട്, സ്വർഗമുണ്ട്, ശുദ്ധീകരണ സ്ഥലം ഉണ്ടെന്നുമുള്ള ആ ബോധ്യം ഓരോ മനുഷ്യനിൽ ജനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധ അമ്മ
മുന്നറിയിപ്പുമായി കടന്നു വരുന്നത്. ഈ മുന്നറിയിപ്പ് ലഭിച്ചു കഴിയുമ്പോൾ ഈ മനുഷ്യരെല്ലാവരും ഇപ്രകാരം തങ്ങൾ ഇത്രയും നാളും കരുതിയിരുന്നത് പോലെ അല്ല കാര്യങ്ങൾ, ഇനി ജീവിതത്തെ അല്പം വ്യത്യസ്തമായി ക്രമീകരിക്കേണ്ടിയിരിക്കുന്നുവെന്നുള്ള ബോധ്യത്തിലേക്ക് കടന്നു വരും. അനേകര് കടന്നു വരും. എന്നാൽ അനേകര് മുന്നറിയിപ്പ് അവഗണിച്ച് മറുതലിച്ച് നിൽക്കും. അതിനുശേഷമാണ് ഈ മഹാത്ഭുതം സംഭവിക്കുക. പരിശുദ്ധ അമ്മ ഗർഭധാളിൽ പറയുന്നു, വലിയൊരു അത്ഭുതം ഈ ലോകത്ത് സംഭവിക്കും. ഈ അത്ഭുതം എല്ലാവർക്കും കാണുവാനായിട്ട് സാധിക്കും. ഈ അത്ഭുതത്തെ കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വിശദമായി കാണാൻ നമുക്ക് പരിശ്രമിക്കാം. മുന്നറിയിപ്പിന് ശേഷം അത്ഭുതം. ഈ അത്ഭുതത്തിന് ശേഷം സ്വർഗം ആഗ്രഹിക്കുന്ന രീതിയിൽ ലോകത്ത് വ്യക്തിപരമായി ഞാനും നിങ്ങളും ഒരു മാനസാന്തരത്തിലേക്ക് കടന്നു വന്നിട്ടില്ല എങ്കിൽ, മാനസാന്തരത്തിന്റെ ഫലം പുറപ്പെടുവിക്കുവാൻ ആരംഭിച്ചിട്ടില്ല എങ്കിൽ, ദൈവത്തിലേക്കൊരു തിരിച്ചുവരവ് നടത്തിയിട്ടില്ല എങ്കിൽ, ലോകം മുഴുവനും വലിയൊരു ശിക്ഷ ഏറ്റെടുക്കേണ്ടി വരുമെന്നും ഗർഭന്താളിൽ പരിശുദ്ധ അമ്മ സന്ദേശം നൽകുന്നു. അധികം ആളുകൾ ഈ ശിക്ഷയെ അതിജീവിക്കുകയില്ല എന്നും, ഏതാണ്ട് ലോകത്തിലെ 1/3 ആളുകൾ മാത്രമേ ഈ ശിക്ഷയെ അതിജീവിക്കാനുള്ള സാധ്യതയുള്ളൂ എന്നും ഗർഭന്താളിൽ നിന്ന് നാം മനസ്സിലാക്കുകയാണ്. സഹോദരങ്ങളെ, ഭീകരമായ ഭീതി ജനിപ്പിക്കുന്ന ചില സന്ദേശങ്ങളാണ് ഗർഭന്താളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ, ഈ സന്ദേശങ്ങളുടെ പ്രാധാന്യവും ഗൗരവവും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ കൂടുതലായിട്ട് കാണുവാൻ പരിശ്രമിക്കുന്നത് ഗർഭന്താളിലെ മുന്നറിയിപ്പിനെ കുറിച്ചാണ്. പരിശുദ്ധ അമ്മ ഇപ്രകാരം പറയുന്നു, ഗർഭന്താളിൽ സ്വർഗമൊന്ന് മുന്നറിയിപ്പ് നൽകുമ്പോൾ അത് ലോകത്തുള്ള സകലർക്കും അത് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അത് ഗർഭന്താളിലുള്ള ഏതാനും ചിലർക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തുള്ള സർവരുടെയും ആത്മാവിൽ ഈ മുന്നറിയിപ്പിന്റെ പ്രതിധ്വനികൾ ഉണ്ടായിരിക്കും. അത് സ്വർഗത്തിന്റെ വലിയ ഒരു ഇടപെടലാണ്. ലോകത്ത് എവിടെ നമ്മളായിരുന്നാലും, ലോകത്ത് ഏത് മതവിശ്വാസത്തിൽ നമ്മളായിരുന്നാലും, നമ്മൾ വിശ്വാസികളാണെങ്കിലും അവിശ്വാസികളാണെങ്കിലും ഈ ലോകത്ത് ജീവിക്കുന്ന സകല മനുഷ്യർക്കും ഗർഭന്താളിലെ മുന്നറിയിപ്പിന്റെ പ്രതിധ്വനികൾ അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഉള്ളിന്റെ ഉള്ളിൽ ആത്മാവിൽ സ്വർഗം ഒരു പ്രത്യേകമായ അഭിഷേകവും അനുഗ്രഹവും നൽകും. അങ്ങനെ ലോകത്തുള്ള സകല മനുഷ്യർക്കും തങ്ങളെക്കുറിച്ചും തങ്ങൾ കടന്നു പോകുന്ന വഴികളെക്കുറിച്ചും പ്രത്യേകിച്ച് തങ്ങളുടെ ആത്മാവിന്റെ അവസ്ഥയെക്കുറിച്ചും പൂർണ്ണമായ ഒരു ബോധ്യം ലഭിക്കും. പ്രത്യേകിച്ചും പാപ സാഹചര്യങ്ങളെ കുറിച്ചുള്ള ബോധ്യം ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഉണ്ടാവും. ഇപ്രകാരം ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു അഗ്നി ജ്വലിക്കുന്ന അവസ്ഥയിൽ ലോകമെമ്പാടുമുള്ള സകല ജനങ്ങളും തങ്ങളെ തന്നെ അനുഭവിക്കും. അതോടൊപ്പം തന്നെ ആ സമയത്ത് സംഭവിക്കുന്ന ഇപ്രകാരമാണ്, തങ്ങളുടെ പാപത്തെ കുറിച്ചുള്ള ഒരു ബോധം, പാപബോധം ഉടലെടുക്കുകയും പാപത്തിന്റെ വഴികൾ വിട്ടകലുവാനുള്ള ഒരു ശക്തമായ പ്രേരണ എല്ലാവരിലേക്കും കടന്നു വരികയും ചെയ്യും. അത് അവിശ്വാസിക്കും വിശ്വാസിക്കും ഒരുപോലെ ലഭിക്കും. വിശ്വാസി ഇത് ഏറ്റെടുത്താൽ, അവിശ്വാസി ഇത് ഏറ്റെടുത്താൽ, വ്യത്യസ്ത മത പാരമ്പര്യങ്ങളിൽ ജീവിക്കുന്നവർ ഇത് ഏറ്റെടുത്താൽ, ഓരോരുത്തർക്കും വ്യക്തിപരമായി തങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാനായിട്ട് സാധിക്കും. ദൈവം തന്നെ അനന്തമായ കാരുണ്യത്തിൽ സ്വർഗത്തിൽ നിന്ന് നൽകുന്ന കർത്താവിന്റെ സ്നേഹമാണ് ഈ മുന്നറിയിപ്പിലൂടെ ഓരോ മനുഷ്യനും തിരിച്ചറിയുവാൻ പോകുന്നത്. മുന്നറിയിപ്പിനെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാ, അത് ആകാശത്തിൽ ഒരു വലിയൊരു അടയാളമായി മാറും. ആകാശത്തിൽ ലോകത്തുള്ള സകലർക്കും
അനുഭവിക്കുവാൻ സാധിക്കുന്ന ചില സ്വർഗീയ ഇടപെടൽ നമ്മൾ ദർശിക്കും. ഇത് കണ്ടു കഴിയുമ്പോൾ തന്നെ ലോകം മുഴുവനും ഒരു പശ്ചാത്താപത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരും. അനേകര് തങ്ങളുടെ പാപത്തിന്റെ വഴികൾ ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കും. അവരൊക്കെ രക്ഷ പ്രാപിക്കും. എന്നാൽ ചിലർ ഈ മുന്നറിയിപ്പിനെ അവഗണിക്കും. എന്ത് സംഭവിച്ചാലും അവർ അത് ഏറ്റെടുക്കില്ല. ഈ മുന്നറിയിപ്പിനെ അവർ അവഗണിക്കും. അവർ അവഗണിച്ചു കഴിയുമ്പോൾ പിന്നെ അവരെ രക്ഷിക്കുവാൻ സ്വർഗത്തിന് സാധിക്കാതെ വരുന്നു. സ്വയം നാശത്തിലേക്ക് ഈ മുന്നറിയിപ്പിനെ അവഗണിക്കുന്ന മക്കൾ കടന്നു പോകുന്നു. ഈ മുന്നറിയിപ്പ് ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ഈ മുന്നറിയിപ്പ് നമ്മുടെ വിശുദ്ധീകരണത്തിനുള്ള ഒരു വഴിയാണ്. ഓരോ വ്യക്തികളുടെയും ജീവിതങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുവാൻ ദൈവം വീണ്ടും വീണ്ടും തൻ്റെ അനന്ത കാരുണ്യത്തിൽ വഴി തുറന്ന് നൽകുകയാണ്. ഇത് സ്വർഗം നൽകുന്ന ഒരു അവസാന മുന്നറിയിപ്പായിരിക്കും ലോകത്തിന്. ഈ മുന്നറിയിപ്പ് ലോകം മുഴുവനും ഭയമുളവാക്കും. അനേകര് ഇതിൽ ഭയപ്പെട്ടിരിക്കും. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. പ്രത്യേകിച്ചും ഒരുക്കമില്ലാത്തവർ ഭയന്നു വിറയ്ക്കുമെന്ന് ഗർഭന്താളിൽ നിന്ന് നമുക്ക് സന്ദേശം ലഭിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്തിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ തീവ്രവാദമായിക്കോട്ടെ, മറ്റ് മഹാമാരികളായിക്കോട്ടെ, പ്രകൃതിക്ഷോഭങ്ങളായിക്കോട്ടെ, യുദ്ധങ്ങളായിക്കോട്ടെ, ഇതൊന്നും നമ്മളെ അസ്വസ്ഥരാക്കാൻ പാടില്ല. കാരണം സ്വർഗം ഇതിനെല്ലാം അപ്പുറത്ത് ചില ക്രമീകരണങ്ങൾ നടത്തുവാൻ പോകുന്നു. ഇതൊന്നും നീണ്ടു നിൽക്കുന്ന കാര്യങ്ങളല്ല. ഇന്ന് നാം കാണുന്ന ഈ തീവ്രവാദത്തെയോ ഇതുപോലെയുള്ള മഹാമാരികളെയോ പ്രകൃതിക്ഷോഭത്തെയോ ഒന്നും ഭയക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിച്ച് സ്വയം വിശുദ്ധീകരിക്കപ്പെട്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുവാനുള്ള വിളിയാണ് ഗർഭന്താൾ സന്ദേശം നമുക്ക് നൽകുന്നത്. ഭയന്ന് ജീവിക്കേണ്ടവനല്ല ക്രൈസ്തവൻ. ഈ കാണുന്നതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തു നിന്നും മാറിപ്പോകും. ആരെയും ഭയക്കേണ്ട കാര്യമില്ല. ഒരാദർശത്തെയും ഭയക്കേണ്ട കാര്യമില്ല. ഒരു മതങ്ങളെയോ ഒരു ചിന്താധാരകളെയോ നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. കാരണം അവസാനം നമ്മൾ വിശ്വസിക്കുന്ന ദൈവം വിജയം വരിക്കുമെന്നുള്ള ഉറപ്പ് ഗർഭന്താളിൽ നിന്ന് നമുക്ക് ലഭിക്കുകയാണ്. ഇന്ന് ലോകത്ത് സാത്താൻ വെച്ചിരിക്കുന്ന സകല കെണികളും തകരപ്പെടുന്ന ഒരു നിമിഷമുണ്ട്. അത് സ്വർഗത്തിന്റെ വ്യക്തിപരമായ ഇടപെടലിലൂടെ തന്നെ സാത്താൻ അടിമത്തത്തിൽ വെച്ചിരിക്കുന്ന മക്കളെ ദൈവം രക്ഷിക്കുമെന്നുള്ള ഒരു സന്ദേശമാണ് ഗർഭന്താൾ മുന്നറിയിപ്പിലൂടെ നമുക്ക് ലഭിക്കുക. സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന മക്കളെ ദൈവം നേരിട്ടിടപെട്ട് മോചിപ്പിക്കുമെന്നുള്ള തിരിച്ചറിവ് ഗർഭന്താളിൽ നിന്ന് ലഭിക്കുകയാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ അവനോട് സഹകരിക്കണം. സ്വർഗത്തിന്റെ ക്രമീകരണങ്ങളോട് സഹകരിച്ചാൽ, സ്വർഗത്തിന്റെ മുന്നറിയിപ്പിനോട് സഹകരിച്ചാൽ സാത്താൻ കെട്ടിയിട്ടിരിക്കുന്ന ഓരോ ആത്മാവിനും നിത്യരക്ഷയിലേക്ക് കടന്നു വരുവാൻ സാധിക്കും എന്നുള്ള ഉറപ്പ് ഗർഭന്താളിൽ നമുക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് സ്നേഹമുള്ള സഹോദരങ്ങളെ, ദൈവം നമ്മളെ വെറുതെ ശിക്ഷിച്ച് തള്ളുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. കരുണയോടെ ചേർത്ത് പിടിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ദൈവം. ആരും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്ന് ഉറച്ച് തീരുമാനിച്ചിരിക്കുന്ന ദൈവം. പാപികളുടെ ആത്മാക്കളെ നേടുവാൻ പരിശുദ്ധ അമ്മയിലൂടെ കിണഞ്ഞ് പരിശ്രമിക്കുന്ന ദൈവം ഗർഭന്താളിൽ സകല മനുഷ്യരും അനുഭവിക്കുവാൻ പോകുന്ന ഒരു മുന്നറിയിപ്പ് നൽകി മനസാന്തരത്തിലേക്ക് കൂടെ കൂടെ വീണ്ടും വീണ്ടും നമ്മളെ ക്ഷണിക്കും എന്ന് പരിശുദ്ധ അമ്മ ഗർഭന്താളിൽ നമ്മെ അറിയിക്കുന്നു. പരിശുദ്ധ അമ്മ
ഫാദർ സ്റ്റെഫാനോ ഗോപിക്ക് ഗർഭന്താളിൽ നൽകിയ സന്ദേശങ്ങൾക്ക് സമാനമായ ചില സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അമ്മ ഇപ്രകാരം പറഞ്ഞു: സ്വർഗത്തിൽ നിന്നും ഒരു അഗ്നി ഇറങ്ങി ലോകത്തുള്ള സകല മക്കളെയും വിശുദ്ധീകരിക്കും. സ്വർഗത്തിൽ നിന്ന് ഒരു അഗ്നി ഇറങ്ങി എന്ന് പറഞ്ഞാൽ അതൊരു ആത്മീയ അഗ്നിയാണ്. അത് ആത്മാവിൽ ജ്വലിക്കുന്ന അഗ്നിയാണ്. സ്വർഗത്തിൽ നിന്നും ഈ അഗ്നി ഇറങ്ങി ലോകത്തുള്ള സകല മനുഷ്യനെയും ഉജ്ജീവിപ്പിക്കുകയും ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യും. ഈ അഗ്നി പാപത്തിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ സകല പാപബന്ധനങ്ങളിൽ കഴിയുന്നവരെയും സഹായിക്കും. അങ്ങനെ പാപികൾ കൃപയിലേക്കും പരിശുദ്ധിയിലേക്കും തിരിച്ചു വരും എന്ന് പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപിക്ക് സന്ദേശം നൽകിയുണ്ടായി. ഈ അവസാന നിമിഷങ്ങളിൽ ദൈവത്തിന്റെ കരുണ ലോകത്തിലേക്ക് അയക്കപ്പെടുന്ന ഈ നിമിഷങ്ങളിൽ പാപികൾ കൂട്ടം കൂട്ടമായി മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുന്ന ഒരു സമയം ഉണ്ടാകുമെന്നും ഗർഭന്താളിൽ സന്ദേശം നൽകുന്നു. ഇതിന് പരിശുദ്ധമ്മ പറയുന്ന ഇപ്രകാരമാ: ഈ മുന്നറിയിപ്പ് ലോകത്തിൽ ലഭിച്ചു കഴിയുമ്പോൾ നമ്മളുടെ ആത്മാവിനോട് ചേർന്ന്, മനസാക്ഷിയോട് ചേർന്ന് ദൈവ സന്നിധിയിൽ ആയിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ ആത്മാവിനെ, മനസാക്ഷിയെ പരിശോധിച്ച് ദൈവം നമ്മുടെ ആത്മാവിനെ എപ്രകാരം കാണുന്നോ അതേ കണ്ണുകൊണ്ട് തന്നെ നമുക്കും നമ്മുടെ അവസ്ഥ, ആത്മാവിന്റെ അവസ്ഥ കാണുവാൻ സാധിക്കും. ഇപ്രകാരം ദൈവത്തിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നമ്മളെ തന്നെ പരിശോധിക്കുമ്പോൾ നമ്മളിലുള്ള സകല കുറവുകളും പോരായ്മകളും കുറ്റങ്ങളും സ്വർഗം ഒരുപക്ഷെ നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങളും ഒക്കെ കണ്ടു കഴിയുമ്പോൾ ഹൃദയം പൊട്ടി മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാൻ സ്വർഗം നമ്മളെ സഹായിക്കുമെന്നും ഗർഭന്താൾ മുന്നറിയിപ്പിലൂടെ ദൈവം നമുക്ക് സന്ദേശം നൽകുന്നു. വ്യക്തിപരമായി നമ്മളെ തന്നെ പരിശോധിക്കുവാൻ മുന്നറിയിപ്പ് സഹായിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന എഡ്മണ്ട് ക്യാമ്പയിൻ എന്ന് പറയുന്ന വിശുദ്ധനും ഗർഭന്താളിൽ നൽകിയ ഇതേ സന്ദേശം പരിശുദ്ധ അമ്മ കൈമാറുകയുണ്ടായി. സ്വർഗത്തിൽ നിന്നും ഒരു അഗ്നി ഇറങ്ങി സകല മനുഷ്യരെയും വിശുദ്ധീകരിക്കുന്ന ഒരു മുന്നറിയിപ്പ്, ഒരു ആത്മീയമായ ഒരു വലിയ ഉണർവ് ലോകത്ത് ഉണ്ടാകുവാൻ പോകുന്നുവെന്നും അതേതാണ്ട് ഈ നൂറ്റാണ്ടുകളിൽ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ സംഭവിക്കുവാനുള്ള സാധ്യതകളെ കുറിച്ച് 16-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ എഡ്മണ്ട് ക്യാമ്പയിനും സ്വർഗം വെളിപ്പെടുത്തി കൊടുത്തു. ദൈവത്തിന്റെ അനന്തമായ കാരുണ്യം ഈ ലോകത്ത് ഇനിയും ചൊരിയപ്പെടുമെന്നും ദൈവകരുണയിലേക്ക് കടന്നു വന്നുകൊണ്ട് ദൈവകാരുണ്യം ഏറ്റെടുത്തുകൊണ്ട് രക്ഷ പ്രാപിക്കണമെന്നും പരിശുദ്ധ അമ്മയും ഈശോയും വിശുദ്ധ ഫൗസ്തീനായിക്ക് നൽകിയ സന്ദേശവും ഗർഭന്താൾ സന്ദേശവും ഏതാണ്ട് സാമ്യമുള്ളതാണ്. ദൈവത്തിന്റെ കരുണ ഈ ലോകത്ത് വർഷിക്കപ്പെടുന്ന ഒരു അനുഭവം ഈ മുന്നറിയിപ്പിലൂടെ ലോകത്തുണ്ടാകുമെന്നും ഇത് ലോകത്തിന് ലഭിക്കുവാൻ പോകുന്ന അവസാനത്തെ ഒരു മുന്നറിയിപ്പായിരിക്കുമെന്നും ഇത് ഈ കരുണ ലോകത്തിലേക്ക് ദൈവം ചൊരിയുമ്പോൾ ഉള്ളിൽ നിന്ന്, ആത്മാവിൽ നിന്ന് ഒരു ജ്വലനം ഉണ്ടാവുകയും ഈ ജ്വലനത്താൽ സ്വന്തം പാപ സാഹചര്യങ്ങളെ തിരിച്ചറിയുന്ന മക്കൾ ഈ ദൈവകരുണയെ ആശ്ലേഷിച്ച് രക്ഷ പ്രാപിക്കുവാനുള്ള അവസാന പദ്ധതികൾ, സ്വർഗത്തിന്റെ ക്രമീകരണങ്ങൾ സ്നേഹത്തോടെ ഏറ്റെടുത്ത് രക്ഷ പ്രാപിക്കുമെന്നും ഗർഭന്താൾ സന്ദേശങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിലെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഗർഭന്താളിലെ മുന്നറിയിപ്പിന്റെ കാതൽ ഇപ്രകാരമാ: ദൈവം ലോകത്തെ
വെറുതെ നശിപ്പിച്ച് തള്ളുകയില്ല. ലോകത്തിന് മുഴുവനും ഒരു മാനസാന്തരത്തിലേക്കുള്ള വഴി ദൈവം തുറക്കും. സ്വർഗം ഈ ലോകത്ത് നടത്തുന്ന ക്രമീകരണങ്ങൾ ഏറ്റെടുക്കുവാൻ സാധിക്കാതെ ഇന്ന് മനുഷ്യൻ അന്ധരായി ജീവിക്കുമ്പോൾ, ആത്മീയ അന്ധകാരത്തിൽ കഴിയുമ്പോൾ, ഈ ലോകത്തിൻ്റെതായ ചില ആദർശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഈ ലോകം നൽകുന്ന ചില ബോധ്യങ്ങൾ, തെറ്റായ ബോധ്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ, സ്വർഗത്തിന്റെ വഴികളെ തിരിച്ചറിയുവാനോ ഈ വഴിയിലൂടെ സഞ്ചരിക്കുവാനോ സാധിക്കാതെ മനുഷ്യൻ ഇരുണ്ട അന്ധകാരത്തിന്റെ പുറകെ പോകുമ്പോൾ, അവയിൽ നിന്നെല്ലാം ഒരു ആത്മീയ അഗ്നിയാൽ ജ്വലിപ്പിച്ച് ഈ മനുഷ്യനെ വീണ്ടെടുക്കുവാനുള്ള സ്വർഗത്തിന്റെ ഒരു ഇടപെടലാണ് ഗർഭന്താളിലെ മുന്നറിയിപ്പ്. അതിന് പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഈ മുന്നറിയിപ്പ് ഉണ്ടാകുമ്പോൾ ജീവിച്ചിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും ഗർഭന്താളിലെ ഈ മുന്നറിയിപ്പ് വ്യക്തിപരമായി അനുഭവിക്കുവാനും, വ്യക്തിപരമായി അത് സ്വീകരിക്കുവാനും, വ്യക്തിപരമായി നമ്മുടെ ആത്മാവിനെ ദൈവത്തിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കിക്കാണുവാനും, അങ്ങനെ ഒരുക്കുവാനും, നമ്മുടെ സർവ പാപ സാഹചര്യങ്ങളിൽ നിന്നും പാപബന്ധനങ്ങളിൽ നിന്നും നമ്മുടെ ആത്മാവിനെ മോചിപ്പിച്ച് ദൈവത്തിന്റെ കരുണയാൽ പൊതിഞ്ഞ് നിത്യരക്ഷയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ സാധിക്കുമെന്നുമുള്ള ഒരു തിരിച്ചറിവാണ് ഗർഭന്താളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതിനെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ഈ മുന്നറിയിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ മുന്നറിയിപ്പ് ഏത് സമയത്ത് ലഭിക്കുമെന്ന് നമുക്കറിയില്ല. എന്നാൽ ഗർഭന്താളിൽ നിന്ന് ലഭിച്ച സന്ദേശം ഇപ്രകാരമാ. ഈ മുന്നറിയിപ്പ് ലഭിച്ച ദർശനക്കാരൻ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ മുന്നറിയിപ്പ് ഉണ്ടാകുമെന്നും, ഈ മുന്നറിയിപ്പ് ലഭിച്ച ദർശനക്കാരൻ മുന്നറിയിപ്പ് ഉണ്ടായതിനു ശേഷം പിന്നീട് സംഭവിക്കുവാൻ പോകുന്ന ചില സ്വർഗത്തിന്റെ പ്രത്യേകമായ ചില ഇടപെടലുകളെ കുറിച്ച് ഈ മുന്നറിയിപ്പിന് ശേഷം വ്യക്തമായ ചില സന്ദേശങ്ങൾ നൽകുമെന്നും പരിശുദ്ധ അമ്മ ഗർഭന്താളിൽ പറയുകയുണ്ടായി. ഈ ദർശനക്കാരന് ഇന്ന് 79 വയസ്സായി എന്നും നാം മനസ്സിലാക്കുകയാണ്. ആയതിനാ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഈ ദർശനക്കാരൻ 79 വയസ്സ് ആയി എങ്കിൽ ഈ മുന്നറിയിപ്പിന്റെ കാലഘട്ടം അധികം ദൂരെയല്ല എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ഇതാണ് ഗർഭന്താളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം. ഈ മുന്നറിയിപ്പ് ആസന്നമായിക്കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമായി ഗർഭന്താൾ നമുക്ക് മുൻപിൽ നിൽക്കുകയാണ്. ആയത് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്പോൾ തന്നെ പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും ദൈവസ്നേഹത്തിലും വിശുദ്ധ കുർബാനയോട് ഐക്യപ്പെട്ടും ഈ മുന്നറിയിപ്പ് ഉണ്ടാകുന്ന ഈ സമയങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാനും നിങ്ങളും ഒരുങ്ങുന്നതിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ആ കൃപ നമ്മളിൽ നിറയുന്നതിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. നമ്മൾ എത്രമാത്രം പ്രാർത്ഥിച്ചൊരുങ്ങുന്നുവോ അതനുസരിച്ചാണ് സ്വർഗത്തിന്റെ ഓരോ ഇടപെടലുകളും നമുക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുക, നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുക. പ്രാർത്ഥിക്കാത്ത വ്യക്തികളുടെ ജീവിതത്തിൽ ഈ മുന്നറിയിപ്പിന്റെ ജ്വലനമുണ്ടാകുമ്പോൾ അവർക്കത് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വർഗം ആഗ്രഹിക്കുന്ന രീതിയിൽ തങ്ങളെ തന്നെ ഒരുക്കുവാൻ സാധിക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ പ്രാർത്ഥിച്ചൊരുങ്ങിയിരിക്കുന്ന വ്യക്തികൾക്ക് ഈ മുന്നറിയിപ്പ് എത്രയും ശക്തമായി അനുഭവിക്കുവാൻ സാധിക്കുമെന്നും, പ്രാർത്ഥനയുടെ ശക്തിയോട് ചേർന്ന് സ്വർഗം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളെ തന്നെ ഒരുക്കി നിത്യരക്ഷയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ സാധിക്കുമെന്നും നമ്മൾ ഗർഭന്താളിലെ സന്ദേശങ്ങളിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. ആയതിനാ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനി ലോകത്ത് സംഭവിക്കുവാൻ പോകുന്ന ഈ കാര്യങ്ങൾ, പ്രത്യേകിച്ച് മുന്നറിയിപ്പ് ലോകത്തുള്ള സകല മനുഷ്യർക്കും ഒന്ന് തിരിച്ചു വരുവാനും, ഒന്ന് വ്യത്യസ്തമായി ചിന്തിച്ചുകൊണ്ട് ജീവിതങ്ങളെ ദൈവത്തിന്റെ വഴിയെ
നിത്യരക്ഷയുടെ വഴിയെ തിരിച്ചു വിടുവാനുമുള്ള സ്വർഗത്തിന്റെ ഒരു അവസാന പരിശ്രമമായി ഗരബന്താൾ സന്ദേശം നമുക്ക് മുൻപിൽ നിൽക്കുന്നു. ആയതിനാൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഗരബന്താളിലെ മുന്നറിയിപ്പ് ലോകം മുഴുവനും ദൈവം നൽകുമ്പോൾ ആ മുന്നറിയിപ്പ് അനുഭവിക്കുവാനും അതനുസരിച്ച് നമ്മുടെ ആത്മാവിനെ, വ്യക്തി ജീവിതങ്ങളെ ക്രമീകരിച്ച് സ്വർഗം ആഗ്രഹിക്കുന്ന രീതിയിൽ നവീകരിച്ച് നിത്യരക്ഷയ്ക്ക് നമ്മളെയും അർഹരാക്കണമേ എന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യം അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.